ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിട്ടും പോലീസുകാരനെതിരെ നടപടിയെടുത്തില്ലെന്ന് ആരോപണം. കുറ്റക്കാരനായിട്ടുള്ള അജിൻ ഡിഡി എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നെ 3 തവണ വിളിച്ച് SP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തെങ്കിൽ പോലും ഇയാൾക്കെതിരെ 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഓർഡർ ഉള്ളത്. പക്ഷേ 5 മാസം കഴിഞ്ഞു, എന്നിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല. ഇയാളെ സംരക്ഷിക്കാൻ പോലീസ് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള കണ്ണിനടിച്ച അജിൻ ഡിഡി എന്ന് പറയുന്ന പോലീസുകാരൻ്റെ വീട് തിരുവനന്തപുരം ഭാഗത്താണ്. അവിടുത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് അവരുടെ കുടുംബം ഈ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാണ് കേട്ടത്. നമ്മൾ ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിനാണ് ലാത്തിചാർജിൽ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു. 2022 ജൂൺ 14-നാണ് തൊടുപുഴയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടന്നത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത്. തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. തുടർന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു. മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വന്ന് 4 മാസം പിന്നിട്ടിട്ട് പോലീസുകാരനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.